അമ്മയുടെ മാറ്റം 100% സത്യസന്ധമാണെങ്കിൽ അമ്മയുടെ ഇളയ മകനെയും മരുമോളെയും ചൊൽപ്പടിക്ക് നിർത്താന്ന് അമ്മ കരുതണ്ട. എന്തായാലും എന്റെ നയം മാറ്റാൻ ഞാൻ തയ്യാറല്ല. ഇവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാ വീണ്ടും എന്തെങ്കിലും അവസരമൊക്കെ ഞാൻ ഉണ്ടാക്കും അയാളെ കൊല്ലാനായിട്ട്. കണ്ണനെന്ന് വെച്ചാ മാർക്കോയ്ക്ക് ജീവനാ. ആ കണ്ണനെ ഉണ്ണി കൊല്ലാൻ നോക്കിയത് കൊണ്ടല്ലേ മാർക്കോ അവന്റെ കാല് തല്ലി ഒടിച്ചത്. മഞ്ജു എന്നെ സ്നേഹിച്ചപ്പോ അവൾക്ക് ഞാൻ എല്ലാം കൊടുത്തു. 6 ശമ്പളത്തിലാ കമ്പനിയിൽ അവൾ ജോലി ചെയ്യുന്നേ. ഇനിയും അവൾക്കായി കരുതിയിരിക്കുന്നൊക്കെ അവൾക്ക് തന്നെ കൊടുക്കും. അതുപോലെ കൊടുക്കുമായിരുന്നല്ലോ അമ്മേ എന്റെ അമ്മാവനും കുടുംബത്തിനും, അതുപോലെ തന്നെ ഉണ്ണിക്കും കരുണയ്ക്കും ഒക്കെ. അതിന് പകരം ഞാൻ ചോദിക്കുന്നത് അവരുടെയൊക്കെ സ്നേഹം മാത്രമല്ലേ? അങ്ങനെയുള്ള എന്നെയും മഹിയെയും ഞങ്ങളുടെ കുഞ്ഞിനെയും ഒക്കെ അവർക്ക് കൊല്ലാതിരുന്നൂടെ? അതുകൊണ്ടല്ലേ മോനെ ഉണ്ണിയുടെ ഈ അവസ്ഥയിൽ പോലും അവനെ ഞാൻ സ്നേഹിക്കാത്തത്. അവന്റെ ഭാര്യയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അവക്ക് ഇവിടെ ഉണ്ടാക്കുന്നതല്ലാതെ അവക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ മെനക്കെടാറില്ല. അത്രയ്ക്ക് വെറുപ്പാ എനിക്ക് അവളോട്. നിന്നെയും ലക്ഷ്മിയെയും നിങ്ങളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരെയും എനിക്കിനി സ്നേഹിക്കാൻ പറ്റില്ല മോനെ. ഇത് ഞാൻ എന്റെ നെഞ്ചി തട്ടിയാ പറയുന്നത്. മോനെ ഇനി നീ എന്നെ സംശയത്തോടെ കാണരുത്, ആ രീതിയിൽ സംസാരിക്കരുത്. ഓരോന്നാലോചിച്ചപ്പോ എന്റെ മനസ്സൊന്ന് പതറിപ്പോയി. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലമ്മേ. ഞാൻ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് പോവുക, മഹിയുടെ അടുത്തോട്ട്. ഇപ്പൊ പോണോ മോനെ? അമ്മയും കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആശ്വാസം കിട്ടും. അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവുന്ന സമയത്ത് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് അമ്മ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാം. ശരി മോനെ. ഒന്ന് കാണാനായിട്ട് അച്ഛൻ കൊതിച്ചിരിക്കുന്നു. എനിക്ക് കാണാൻ ഒരു താല്പര്യവും ഇല്ല. പിന്നെ ഞാൻ വന്നത് നന്ദി പറയാനാ. വലിയൊരു സത്യം അറിഞ്ഞിട്ടും അത് മൂടി വെച്ചല്ലോ, അതിന് നന്ദിയുണ്ട് കേട്ടോ. എന്താ മോള് പറഞ്ഞു വരുന്നേ? ഇവിടുന്ന് ഒരുത്തൻ വേറൊരുത്തന് ഉപദേശം കൊടുത്ത് വിട്ടല്ലോ, അമ്മാവന്റെ അനന്തരവന്. അത് പ്രകാരം കമലേശ്വരത്തെ കണ്ണനെ കൊല്ലാൻ നോക്കി അച്ഛന്റെ മരുമോൻ. അത് വാമൻ എന്നോട് പറഞ്ഞായിരുന്നു. എന്നാ ആ വാമനോട് പറഞ്ഞേക്കെ കണ്ണൻ ചത്തിട്ടില്ലാന്ന്. കഴിഞ്ഞ രാത്രി കാലൊടിഞ്ഞതേ അങ്ങേരുടെ അനന്തരവന്റെയാ, അച്ഛന്റെ മരുമോന്റെ. അയ്യോ, അവനെന്താ പറ്റിയേ? പറ്റിയതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാം. എന്തായാലും മാർക്കോ അയാളെ കൂട്ടിക്കൊണ്ടുപോയി അയാളുടെ കാല് തല്ലി ഒടിച്ച് തിരിച്ചുവിട്ടു. അങ്ങനെ അവന്റെ കാലൊടിഞ്ഞതിൽ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. കാരണം അവൻ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരു ഭർത്താവൊന്നും അല്ല. പിന്നെ എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതുകൊണ്ട് മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം ഞാൻ അവനോടൊപ്പം ജീവിക്കുക. പക്ഷെ അതല്ല കാര്യം. അവൻ കാലൊടിഞ്ഞ് വീൽ ചെയറിൽ വന്നപ്പോ വേറൊരുത്തൻ ആണുങ്ങളെ പോലെ തല ഉയർത്തിപ്പിടിച്ച് നടന്നാ വന്നത്. അതാരാണെന്ന് മനസ്സിലായല്ലോ, അച്ഛന്റെ മരുമോൻ. കൊല്ലം കൊണ്ടുപോയവൻ കാലൊടിഞ്ഞ് വന്നപ്പോ മരിക്കേണ്ടവൻ നടന്നു വന്നൂന്ന്. യോഗ്യരായ ആണുങ്ങളെ പോലെ. ഉണ്ണിയുടെ കാലൊടിഞ്ഞപ്പോഴുള്ള ഞെട്ടല് അത് കേട്ടപ്പോ ഇല്ലല്ലോ, ഉണ്ടാവത്തില്ല. കാരണം അച്ഛനും എന്റെ മുത്തശ്ശിയൊക്കെ അത് നേരത്തെ അറിഞ്ഞ കാര്യമാണല്ലോ. അവൻ നടക്കുന്നുണ്ട് മോളെ.
ആ തോമസ് വൈദ്യൻ കൊടുത്ത മരുന്ന് അവന്റെ ശരീരത്തിൽ പിടിച്ചതുകൊണ്ട് അവനിപ്പോ നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അതെന്തിനാ എന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചത്? മോളെ, അത് മോളോട് പറഞ്ഞാ മോക്കത് സന്തോഷമായിരിക്കും. പലതവണ പറഞ്ഞു, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഒരു പെണ്ണിനെയും കുഞ്ഞിനെയും നോക്കാനുള്ള കഴിവില്ലാത്തവനായതുകൊണ്ട് ഞാൻ അങ്ങ് ചത്തു കളയൂന്ന്. ദേ മുത്തശ്ശിയാ അതിനെല്ലാം തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരണത്തെ കുറിച്ചൊന്നും പറയല്ലേ മോളെ. പിന്നെ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് ലക്ഷ്മിക്കും കുഞ്ഞിനൊപ്പം നടന്നു വരുന്ന കണ്ണനെ കാണാനോ? പെണ്ണ് കാണാൻ വന്നപ്പോ എന്റെ ഭർത്താവ് യോഗ്യനായിരുന്നു. അന്ന് വീൽ ചെയറിലിരുന്ന് വന്നത് കണ്ണനാ. ആ സന്തോഷത്തിലാ ഞാൻ അനിയന്റെ ഭാര്യയാകുമ്പോ അവള് ചേട്ടന്റെ ഭാര്യ ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇപ്പൊ എല്ലാം തിരിഞ്ഞു കൊത്തി. ഞാൻ ആഗ്രഹിച്ച സൗഭാഗ്യങ്ങളെല്ലാം അവൾക്ക് കിട്ടി. ഇനി ശരിക്കും അവളുടെ അടിമയെ പോലെ ജീവിക്കണം എനിക്ക്. മോളെ, മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും മോളെ. എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? പരമാവധി അങ്ങനെ നിന്ന് നോക്കിയപ്പോഴാ ഒരുത്തി എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ടാ അവളെ സ്റ്റെപ്പിൽ നിന്ന് ഞാൻ തള്ളി താഴെ ഇട്ടത്. ഇനിയും പരിധി വിട്ട് കഴിഞ്ഞാ അതൊക്കെ സംഭവിച്ചെന്ന് വരും. എന്നെ എന്റെ അച്ഛനും മുത്തശ്ശിയും വളർത്തിയത് ആരുടെ അടിമയായിട്ട് ജീവിക്കാനല്ല. അങ്ങനെ ജീവിച്ചെനിക്ക് ശീലവുമില്ല. അങ്ങനെ വളർന്നു വന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇനി നന്നാവാൻ പറ്റില്ല. പിന്നെ നന്നായെന്ന് വേണമെങ്കിൽ അഭിനയിക്കാം. പക്ഷേ സമയവും സന്ദർഭവും ഒത്തുവരുമ്പോ ഞാൻ എന്റെ തനി ഗുണം കാണിച്ചിരിക്കും. മതി മോളെ, അത് മതി. ഇപ്പോഴത്തെ സാഹചര്യത്തില് കണ്ണനും ലക്ഷ്മിയൊക്കെ ഒന്ന് ഒതുങ്ങിയെങ്കിൽ മാത്രമേ ഈ കേസിൽ നിന്ന് പോലും ഞങ്ങൾ രക്ഷപ്പെടൂ. അതുകൊണ്ട് മാത്രം ഞാൻ എല്ലാം സഹിക്കുന്നത്. കേസ് നടത്താൻ വേണ്ടി എല്ലാം വിറ്റു തൊലച്ച പിന്നെ എനിക്കൊന്നും ഇല്ലല്ലോ എന്റെ കുഞ്ഞിനെ വളർത്താൻ. അല്ലെങ്കില് നിങ്ങളെല്ലാം മണ്ണുണ്ണീന്ന് വിളിക്കുന്ന ഒരുത്തനെ കളഞ്ഞിട്ട് ഞാനിപ്പോ പോയേനെ. 10-20 വയസ്സ് വരെ എന്റെ ഹീറോ ആരായിരുന്നെന്ന് ചോദിച്ചാ അതെന്റെ അച്ഛനാണെന്ന് ഞാൻ എവിടെയും പറയുമായിരുന്നു. പക്ഷേ ആ അച്ഛനിപ്പോ വെറും സീറോയാ, വട്ടപൂജയാ. എല്ലാ അച്ഛന്മാർക്കും കാലദോഷം വരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും മോളെ. എന്നാലും ഇത് വല്ലാത്തൊരു കാലദോഷമായിപ്പോയി. ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു ഗതി വരുത്തരുത്. എനിക്ക് ജനിക്കുന്നത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയായിരിക്കും. ലക്ഷ്മിക്ക് ജനിച്ചത് ഒരു പെൺകുട്ടിയാ. പക്ഷേ അവൾക്ക് 10 പെൺകുട്ടികൾ ജനിച്ചാലും കുഴപ്പമൊന്നുമില്ല. സ്വസ്ഥായിട്ട് വളർത്താം, അവരെ കെട്ടിച്ചും വിടാം. എന്നാ എനിക്ക് ഒരു പെൺകുട്ടിയെ പോലും മാന്യമായിട്ട് വളർത്താനോ അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കാനോ കഴിയില്ല. അത് എന്റെ ഗതികേട്, എന്റെ ഭാഗ്യദോഷം. അപ്പോഴേ പോയി പറ എല്ലാത്തിനും കാരണക്കാരനായ ആ ദുഷ്ടനോട്. അവന്റെ തലയിൽ ഉദിച്ച ബുദ്ധി അവന്റെ അനന്തരവനെ വീൽ ചെയറിലാക്കിന്ന്. എന്താടാ, ആരാ കാണാൻ വന്നേ? എന്റെ മോള. എന്തായി, കാര്യം നടന്നോ? നടന്നു. എനിക്കറിയായിരുന്നു ഉണ്ണിമോൻ കാര്യം സാധിക്കുമെന്ന്. എന്തിനാണ് നീ എന്നെ തല്ലിയത്? എന്നെ തിരിച്ചു തല്ലാമെന്താ കൊന്നുകളെ നിന്നെ ഞാൻ. എടാ,
നിന്റെ ഒടുക്കലത്തെ ബുദ്ധി കാരണം നിന്റെ അനന്തരവൻ ഇന്ന് വീൽ ചെയറിലാടാ. അത് മാത്രമല്ല, കണ്ണൻ നടന്നു തുടങ്ങിയ കാര്യം എന്റെ മോൾ അറിഞ്ഞു. അതാ എന്റെ മോളെ കൂടുതൽ നടത്തിയത്. എന്താണ് പ്രതാപ സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്നോ? അത് നീ പുറത്തിറങ്ങുമ്പോ പോയി അനന്തരവനോട് വിശദമായിട്ട് ചോദിക്ക. എന്തായാലും മാർക്കോ പൊക്കിക്കൊണ്ട് പോയാ ഉണ്ണിയുടെ കാല് വലിയ ഒടിച്ചിരിക്കുന്നേ. എടോ, ഇതിനു മുമ്പുള്ള അനുഭവമെങ്കിലും മനസ്സിൽ വേണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ നീ ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊന്നും ഉണ്ണിക്ക് ഉപദേശിച്ചു കൊടുക്കത്തില്ലായിരുന്നു. നല്ലതിന് വേണ്ടിയല്ലേടാ പ്രതാപ ഞാൻ അങ്ങനെ ചെയ്തത്. എന്തോന്ന് നല്ലതെന്താ പറയുന്നേ? ഞാൻ പുറത്തിറങ്ങിയ ഞാൻ മിക്കവാറും ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കും. തന്റെ എടോ, താൻ ചത്താലേ ഞാനും എന്റെ മോളും ഒക്കെ ഗതി പിടിക്കൂ. തന്റെ അനന്തരവനും പരമനെ ഉണ്ണി കണ്ടില്ലായിരുന്നു. എന്റെ വായിൽ വല്ലതായിരുന്നേ. പരമനെ മാത്രമല്ല, പത്മനാഭനെ ഉണ്ണി കണ്ടു. അവരിപ്പോ 17-14 ലോകവും കണ്ടിട്ട് വന്നിരിക്കുക. എടാ, ബോധം കെടുത്താതെ ആയിരിക്കും കാല് തല്ലി ഒടിച്ചിരിക്കുന്നത്. ചെറുക്കൻ നിലവിളിച്ചൊരു പരുവായി കാണും. ഒന്നാമത് അവനൊരു മണ്ണുണ്ണിയാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാ. ബുദ്ധിയുള്ള നമ്മൾ വിചാരിച്ചിട്ട് പോലും അവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അവൻ ചെയ്യുന്നേ. നിന്റെ തളർന്നു കിടക്കുന്ന മോൻ മേഘൻ വലിയ സംഭവമായിരുന്നല്ലോ. ഗുണ്ടായുസൊക്കെ ഉള്ളവനായിരുന്നല്ലോ. അവന്റെ പോലും ചീട്ട് കയറിയിരിക്കുക. അപ്പോഴാ എട്ടും പൊട്ടും തിരിയാത്ത ഒരു ചെറുക്കനെ പറഞ്ഞു വിട്ടിരിക്കുന്നേ. എടോ വാമ, നൂല് കെട്ട് കഴിഞ്ഞ് കണ്ണൻ ലക്ഷ്മിയും കുഞ്ഞിനെയും കൊണ്ട് അവന്റെ തറവാട്ടിലേക്ക് വരുവോ? ആ സമയത്ത് എന്റെ കുഞ്ഞ് അതൊക്കെ എങ്ങനെ കണ്ടു നിൽക്കും? താൻ തന്നെ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഇനി എന്തൊക്കെ ലക്ഷ്മിക്ക് കിട്ടിയാലും അവളുടെ ഭർത്താവ് വീൽ ചെയറിലാണല്ലോ എന്ന്. അപ്പോഴാണല്ലോ അവൻ നടന്നു തുടങ്ങിയെന്ന് ഞാൻ തന്നോട് പറഞ്ഞത്. പക്ഷേ താൻ പറഞ്ഞതിനകത്ത് ഒരു സത്യമുണ്ട്. കണ്ണൻ നടന്നില്ലായിരുന്നെങ്കിൽ അതെങ്കിലും എനിക്കും എന്റെ മോക്കും ഒക്കെ ഉയർത്തി കാണിക്കായിരുന്നു. ഇപ്പോ ലക്ഷ്മിക്ക് വെറും ലോട്ടറി അല്ല, ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത്. സർവസ്വത്തുക്കളും പകുതി അവളങ്ങ് കൊണ്ടുപോയി. അതിനൊപ്പം തലയെടുപ്പോടെ നിൽക്കുന്ന ഭർത്താവിനോടൊപ്പം കുഞ്ഞുമായിട്ട് അവക്കിനി അവളുടെ ജീവിതം ഒന്ന് അടിച്ചു പൊളിക്കാം. കാണിക്കണോ? എന്ത്? തന്റെ മറ്റേ കരണം കൂടി എനിക്ക് അടിക്കണം. എന്റെ ദേഷ്യം മുഴുവൻ ആ കരണത്തെ ഞാൻ തീർക്കട്ടെ. എന്നെ തല്ലിതുകൊണ്ട് നിന്റെ ദേഷ്യം തീരുന്നെങ്കിൽ എന്നെ അങ്ങ് തല്ലി കൊല്ലടാ. നിന്നെ തല്ലി കൊല്ലുവല്ലേ വേണ്ടേ? നിന്നെ കൊന്ന ശേഷം നിന്റെ ശരീരം തുണ്ടും തുണ്ടമാക്കിയിട്ട് നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടേ? അത്രയ്ക്ക് തിളച്ചു നിൽക്കാൻ ഞാൻ. മോഹിനി എന്റെ രണ്ടാം കെട്ടുകാരിയാ. ഞാൻ അവളെ കല്യാണം കഴിക്കുമ്പോ തന്നെ അവൾക്ക് 2-3 വയസ്സ് പ്രായമുള്ളൊരു കൊച്ചുണ്ടായിരുന്നു. അന്ന് അവളെ ഞാനൊരു അടുക്കളക്കാരിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു പെങ്കൊച്ചല്ലേന്ന് കരുതി ഞാൻ അവളെ കൂടുതലൊന്നും ദ്രോഹിച്ചിട്ടില്ല. എന്റെ അമ്മയും കരണമോളും ഒക്കെ അവളെ ദ്രോഹിച്ചിട്ടുള്ള. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നടത്തിയിരുന്നെങ്കിൽ ഒരു ദിവസം ലോറി കയറ്റിക്കൊണ്ടുപോയി അവളെ കൊക്കയിലോട്ട് ഞാൻ തള്ളിയാൻ കിട്ടാതെ. എടോ, എന്റെ കുഞ്ഞ് കരയരുത്. അവള് കണ്ണീരും കയ്യുമായിട്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കരുത്. എനിക്ക് അത്രയേ ഉള്ളൂ. ആഹാ, കണ്ണേട്ടനായിരുന്നോ? ആ, കുറച്ചു നേരമായിട്ട് കണ്ണേട്ടന്റെ ഒരു വിവരവും ഇല്ലെന്നും പറഞ്ഞ് മഹിക്ക് വലിയ വിഷമായിരുന്നു. എടാ, ഞാൻ വിളിച്ചപ്പോഴും നീ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോടാ. രാവിലെ വരാന്നും പറഞ്ഞ് ഇന്നലെ പോയതല്ലേ ഇവിടുന്ന്? വരാൻ പറ്റിയില്ല. അങ്ങനൊരു സാഹചര്യമായിപ്പോയി. എന്തു പറ്റി കണ്ണേട്ടാ? പറ്റിയതൊക്കെ പറയാം. മഹിയുടെ പ്രസൻസിൽ തന്നെ. ആപത്തുകള് ഇപ്പോഴും ഒഴിഞ്ഞു പോയിട്ടില്ല. മനുഷ്യന്റെ ചിന്താഗതിയിലും മാറ്റം വന്നിട്ടില്ല. എടാ, നിന്നെ അവിടെ ഉള്ളവരെന്തെങ്കിലും ചെയ്തോ? ചെയ്ത് കാണുമല്ലോ. അത് കണ്ണേട്ടന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ? രണ്ടാനമ്മ നല്ല 4 വർത്താനം പറയുകയും
കരയൊക്കെ ചെയ്തപ്പോ കണ്ണേട്ടന് അവരോടുള്ള ദേഷ്യമൊക്കെ അലിഞ്ഞില്ലാതായി. അതവര് മുതലെടുത്ത് കാണും. ഏയ്, അവരൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആരാടാ ചെയ്തേ? ഉണ്ണിയാണോ? അതോ മഹിയെ തള്ളി താഴെട്ട മഹിയുടെ അനിയത്തിയോ? ചെയ്തവർക്കൊക്കെ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്ത എന്താണെന്ന് ഞാൻ പറയാം. എന്നെ ഇന്ന് ജീവനോടെ കാണാൻ പറ്റിയത് തന്നെ നിങ്ങളുടെയൊക്കെ ഭാഗ്യ. അപ്പൊ നിന്നെ കൊല്ലാൻ നോക്കിയോ? അങ്ങനെയാണെങ്കിൽ ആ മാർക്കോയെ അറിയിക്കണം. കൊല്ലം നോക്കിയത് ആരാണെങ്കിലും അവരൊക്കെ മുട്ടുകാലിൽ എഴയണം. അങ്ങനെ എഴഞ്ഞോണ്ടിരിക്കുക. നിങ്ങൾ വാ, നടന്ന എന്താണെന്ന് ഞാൻ പറയാം. വാ. എടാ, നീ ഒരു കുരുക്ഷേത്രത്തിൽ നിൽക്കുന്നെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ? എടാ, നിനക്കെന്താ ഇവിടെ വന്ന് നിന്നാല്? മഹിം കുഞ്ഞു ഇവിടെ അല്ലേ? നിങ്ങൾ വാ, ആദ്യം ഞാൻ നടന്നൊന്ന് പറയട്ടെ. വാ. എന്താ കണ്ണേട്ടാ ഇങ്ങനെ? ഇപ്പൊ താഴെ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. രാവിലെ മുതൽ വിളിക്കുമ്പോ വരാന്ന് പറയുന്നതല്ലാതെ വന്നില്ലല്ലോ. ഇപ്പോഴാണോ വരുന്നത്? എന്നെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണെന്ന് കരുതിക്കോ. എടാ, നീ എന്താ നടന്നെന്ന് വെച്ചാ പറയട കണ്ണാ. നടന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ. ഇപ്പൊ എന്തായി? നൂലുകെട്ട് കഴിഞ്ഞ് കുഞ്ഞിനെ മഹിയും കൊണ്ടുപോവാൻ കണ്ണേട്ടന് വലിയ ധൃതിയാണല്ലോ. കണ്ണേട്ടനോട് ഇങ്ങനെ ചെയ്തവര് മഹിയും കുഞ്ഞിനെ വെറുതെ വിടുവോ? ആരെയും വിശ്വസിക്കാൻ പറ്റാതായി. ഈ വേട്ടനായ്ക്കളെയൊക്കെ ഇനി എന്ത് ചെയ്യൂടാ? കൊല്ലണം. എന്നിട്ട് മാർക്കോ അവനൊന്നും ചെയ്തില്ലേ? മാർക്കോ അവന്റെ വീട്ടിലേക്ക് ഉണ്ണിയും കൊണ്ടുപോയി. പിന്നീട് ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ കൂടെ ഉണ്ണി ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പോയ ഉണ്ണിയല്ല, വീൽ ചെയറിലായ ഉണ്ണി. മാർക്കോ അവന്റെ കാല് തല്ലി ഒടിച്ചു. അവന്റെ കാല് മാത്രമല്ല, അവന്റെ കൈയും കൂടി തല്ലി ഒടിക്കണമായിരുന്നു. AC-ക്കകത്ത് വിഷം കടത്തി വിട്ടതാ അല്ലടാ? അതെ. കണ്ണേട്ടനിപ്പോ അവന്റെ അമ്മയെ നല്ല വിശ്വാസമാണല്ലോ. അവരും അറിഞ്ഞുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്ത്. ഞാനത് അവരോട് ചോദിച്ചു. അമ്മയ്ക്ക് ഇതിനകത്ത് പങ്കില്ലെന്നാ തോന്നുന്നത്. അവരീ സംഭവം അറിഞ്ഞ ശേഷം ഒരേ കരച്ചിലായിരുന്നു. കണ്ണീര് കൊണ്ടാ ഇവരൊക്കെ കാര്യം നേടാൻ ശ്രമിക്കുന്നത്. കരുണയുടെ വന്നിട്ടുണ്ടല്ലോ ഇനി തെറ്റുകളൊന്നും പറ്റില്ലെന്ന് പറയാനായിട്ട്. എന്നിട്ട് അവള് തെറ്റ് ചെയ്യാതിരുന്നോ? എന്നാലും ഇത് കുറച്ച് കടുത്തു പോയല്ലോ കണ്ണേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമായി പോയെന്ന്. എടാ, നീയും മഹിയും കുഞ്ഞും അവിടെയുള്ള സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ നിങ്ങളെ രണ്ടാളും രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ കുഞ്ഞിന്റെ കാര്യം, ഇതുപോലുള്ള വിഷവാതകം ശ്വസിച്ച കുഞ്ഞ് ഹോസ്പിറ്റലിൽ വരെ ജീവനോടെ എത്തോ? എന്തായാലും ഇങ്ങനെയൊക്കെ നടന്നതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു എനിക്ക് നടക്കാൻ പറ്റുമെന്ന്. ഉണ്ണിക്കും അവന്റെ അമ്മയ്ക്കും മാത്രമല്ല, കരുണയ്ക്കും. കരുണയ്ക്ക് അത് വലിയ ഷോക്കായി കാണും. ഷോക്കാവട്ടെ. പിന്നെ അവള് കരുതിയോ കണ്ണേട്ടൻ എന്നും വീൽ ചെയറിൽ തന്നെ ഇരിക്കുമെന്ന്? അതുകൊണ്ട് തന്നെയാ
നടന്നു വരുന്ന കണ്ണേട്ടനോടൊപ്പം വീൽ ചെയറിൽ വരുന്ന അവളുടെ ഭർത്താവിനെ അവൾക്ക് കാണേണ്ടി വന്നത്. ഇതൊക്കെ എന്ത് ജന്മങ്ങളാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ മനുഷ്യരുണ്ട് നമുക്കിടയിൽ. അത്തരം മനുഷ്യരെ വളർത്തുന്നത് നമ്മൾ തന്നെയാടാ. നിലയ്ക്ക് നിർത്തണമായിരുന്നു ഉണ്ണിയെ നേരത്തെ തന്നെ. അവന് മഹി കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടല്ലോ. പിന്നെ എന്തിനാ അവന് ശമ്പളം കൊടുക്കുന്നേ? അതെ കണ്ണേട്ടാ, വാമദേവന് കൊടുക്കുന്ന എല്ലാ വരുമാനം നിർത്തിയല്ലോ. അതുപോലെ അവനുള്ളത് നിർത്ത്. നീയല്ലേ കുടുംബം നോക്കുന്നേ? പിന്നെ എന്തിനാ അവന് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി കൊടുക്കുന്നേ? അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടാ ഗുണ്ടകൾക്ക് കൊടുക്കാൻ അവന്റെ കയ്യിൽ പൈസ ഉണ്ടായത്. അങ്ങനെ പോലും പൈസ മുടക്കാത്തവനാ. പിന്നെ ഇവിടെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാ അതിൽ നിന്നുണ്ടാവുന്ന നേട്ടത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോ പൈസ പോകുന്നത് കാര്യമൊക്കെ കാണില്ലായിരിക്കും. ഇങ്ങനൊരവസ്ഥയിൽ നൂലുകെട്ട് കഴിഞ്ഞാലും മഹിയും കുഞ്ഞിനെ അങ്ങോട്ട് വിടാൻ എനിക്ക് പേടിയാ. അല്ലെങ്കിൽ തന്നെ നിനക്ക് അങ്ങോട്ട് വിടാൻ മനസ്സില്ല. അതിന്റെ കൂടെ ഇത് ഒരു കാരണമായി. അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് വെച്ചോ. പിഞ്ചു കുഞ്ഞ, അതിനെയാ പിശാച് കയറിയ കുറെ എണ്ണത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്തെല്ലാം പ്രതിസന്ധികൾ അതിജീവിച്ച മഹി ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. അതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം. സിദ്ധയായ അമ്മ ചിലപ്പോ പറഞ്ഞു കാണുമായിരിക്കും, കുഞ്ഞ് ഭാഗ്യമുള്ള കുഞ്ഞാണ്, ദൈവാധീനമുള്ള കുഞ്ഞാണെന്നൊക്കെ. പക്ഷേ നമ്മുടെ അനാസ്ഥ കൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ദൈവം കണ്ണടച്ചെന്ന് വരും. കാരണം അത് നമ്മുടെ അഹങ്കാരം കൊണ്ട് സംഭവിക്കുന്നതാ. എല്ലാം അറിഞ്ഞിട്ടും നമ്മൾ വിട്ടുവീഴ്ച ചെയ്തതിന്റെ ഫലമാ. രണ്ടാളും ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിച്ചേ പറ്റൂ. രഹേ, അവർ സംസാരിക്കട്ടെ. നീ വാ. കാറ് മനഃപൂർവ്വം കേടാക്കിയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഞാൻ കരുതിയില്ല ഇനി ജീവനോടെ തന്നെയും കുഞ്ഞിനെയും കാണാൻ പറ്റുമെന്ന്. ആ സമയത്തൊക്കെ നിങ്ങൾ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ.